തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ വിഴിഞ്ഞത്ത് നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. വിഴിഞ്ഞത്തെ ഒരുക്കങ്ങളെല്ലാം അവിടെ പൂർണ്ണമാവുകയാണ്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം അത് കേരളത്തിൻ്റേത് മാത്രമല്ല, അത് രാജ്യത്തിന് തന്നെ അഭിമാന പദ്ധതിയാണ്. കൊളംബോ തുറമുഖം എന്ന ശ്രീലങ്കൻ പോർട്ട് കൊണ്ടുപോയിരുന്ന സാധ്യതകൾ അത് പിടിച്ചെടുക്കാൻ വിഴിഞ്ഞം ഒരുങ്ങുകയാണ്. നമ്മുടെ വികസന നേട്ടങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾക്കൊപ്പം എങ്ങനെ വിഴിഞ്ഞത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ വിഴിഞ്ഞത്തേക്കാണ്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാവുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ സാൻ ഫെർണാണ്ടോ എന്ന ചരക്കു കപ്പൽ വിഴിഞ്ഞത്തിന് ഏകദേശം 10 നോട്ടിക്കൽ മൈൽ ദൂരത്ത് നങ്കൂരമിടും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പുറംകടലിലെത്തുന്ന കപ്പലിനെ നാളെയായിരിക്കും ഒരു ടഗിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ തീരത്തേക്ക് കൊണ്ടുവരിക. അത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നാളെ അത് കൊണ്ടുവരുമ്പോൾ തന്നെ ആദ്യ ചരക്ക് നീക്കത്തിൻ്റെ ഭാഗമായുള്ള തുടക്കമുണ്ടാവുകയാണ്. നേരത്തെ തന്നെ കപ്പലുകൾ എത്തിയിരുന്നു, ഇവിടെ ക്രെയിൻ കൊണ്ടുവന്നിരുന്നു, അത്തരം കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ വളരെ പ്രധാനപ്പെട്ട നീക്കമായി ഇത് മാറുന്നു എന്നതാണ്. അങ്ങനെ ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് നടക്കുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മന്ത്രി VN വാസവന്റെ സന്ദർശനവും പോർട്ടിൽ നടക്കുന്നുണ്ട്. നമുക്ക് ആ പോർട്ടിന്റെ ദൃശ്യങ്ങളിലേക്ക് അടക്കം വരാം. ഇതിനിടയിൽ മന്ത്രിയും സംസ്ഥാന സർക്കാരും അടക്കം വലിയ പ്രതീക്ഷയാണ് പോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്ക് ആ പ്രതീക്ഷകളിലേക്ക് തന്നെ പോകുമ്പോൾ രാജ്യത്തെ ഒരു തുറമുഖങ്ങൾക്കും അവകാശപ്പെടാൻ ആവാത്തത്ര സവിശേഷതകളോടെയാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാവുന്നത് എന്നതാണ് മന്ത്രി VN വാസവൻ. അദ്ദേഹമാണ് ഈ പോർട്ടിന്റെ ചുമതലയുള്ള സംസ്ഥാന മന്ത്രി. വിഴിഞ്ഞം പ്രദേശവാസികൾക്ക് 50% തൊഴിൽ നൽകുമെന്ന സർക്കാരിന്റെ ഉറപ്പ് പൂർണ്ണമായും തങ്ങൾ പാലിക്കും. ട്രയൽ റൺ സമയത്ത് വിദഗ്ധ പരിശീലനം ലഭിച്ചവരെ കണ്ടെയ്നർ ഇറക്കുമതിക്ക് ആവശ്യമായതിനാലാണ് പ്രദേശവാസികളെ ഇപ്പോൾ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയത് എന്നതാണ് മന്ത്രി വിശദീകരിക്കുന്നത്. തുരങ്കപാത ഉൾപ്പെടെയുള്ള അനുബന്ധ മേഖലകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്നും തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ ന്യൂസ് 18നോട് പറഞ്ഞു. കാണാം അദ്ദേഹത്തിന്റെ വാക്ക്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പൽ എത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ വിഴിഞ്ഞം എന്ന കൊച്ചു തീരദേശ ഗ്രാമത്തിനൊപ്പം കേരളക്കരയാകെ അഭിമാനത്തിലാണ്. എന്തായാലും ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന തുറമുഖ വകുപ്പിന്റെ ചുമതല കൂടിയുള്ള മന്ത്രി VN വാസവൻ ന്യൂസ് 18നോട് ഒപ്പം ചേരുന്നു. ഏറെ പ്രതീക്ഷയിലാണ് കേരളം. എങ്ങനെയാണ് സർക്കാരിന്റെ പ്രതീക്ഷകൾ? നിശ്ചയമായും ഇത് സർക്കാരിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന 1ഉം 2ഉം പിണറായി സർക്കാർ അതിൻ്റെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് അടുക്കുകയാണ്. ലോകമാകെ ഉറ്റുനോക്കുന്ന അന്താരാഷ്ട്ര വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതോടെ നമ്മുടെ നാടിനുണ്ടാകുന്ന സാമ്പത്തിക, വാണിജ്യ, വ്യാവസായിക, തൊഴിൽ മേഖലയിലെ മുന്നേറ്റം നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന രൂപത്തിലുള്ള ഉള്ളടക്കത്തോടെ ആയിരിക്കും. നമ്മുടെ സംസ്ഥാനത്ത് ഇതിനു മുമ്പുണ്ടായിരുന്ന 17 തുറമുഖങ്ങളുണ്ട്. ആ 17 തുറമുഖങ്ങളെല്ലാം വ്യത്യസ്തമാണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖത്ത് 10 നോട്ടിക്കൽ മൈൽ അകലെ മദർഷിപ്പ് വന്ന് നിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത. കൊച്ചിയിൽ പോലും 72 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമേ മദർഷിപ്പ് വരികയുള്ളൂ. ഇവിടെ 20 മീറ്ററിലേറെ ആഴമുണ്ട് വിഴിഞ്ഞത്തെ പ്രധാന പ്രദേശങ്ങളെല്ലാം. അടിയിലാണെങ്കിൽ പാറയാണ്, അതുകൊണ്ട് ഡ്രഡ്ജിങ്ങിൻ്റെ പ്രശ്നവും വരുന്നില്ല. അപ്പോൾ വിഴിഞ്ഞം പ്രകൃതിദത്തമായ ഒരു തുറമുഖത്തിൻ്റെ എല്ലാ പശ്ചാത്തല സൗകര്യവും ഒരുക്കിത്തരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഇതിനോടകം തന്നെ 3000 മീറ്റർ പുലിമുട്ട് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നു. 800 മീറ്റർ കണ്ടെയ്നർ ബെർത്ത് പൂർത്തീകരിച്ചിരിക്കുന്നു. 32 ക്രെയിൻ എത്തിച്ചേരേണ്ടത് 31 എത്തിച്ചേർന്നിരിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങളിൽ തുറമുഖത്തിൻ്റെ ഓഫീസ് മന്ദിരങ്ങളൊക്കെ നേരത്തെ തന്നെ പൂർത്തീകരിച്ചു. 220 kVയും 33 kVയും സബ്സ്റ്റേഷനുകൾ സ്ഥാപിച്ചു. സെക്യൂരിറ്റി ഓഫീസുകൾ സ്ഥാപിച്ചു. അതേപോലെ തന്നെ നമുക്ക് കണ്ടെയ്നർ ബാക്ക് യാർഡ് പ്രത്യേകമായി നിർമ്മിച്ചു. 1.7 കിലോമീറ്റർ അപ്രോച്ച് റോഡ് ഇപ്പോൾ തീർന്നു കഴിഞ്ഞു. ഇനി ഭാവിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചരക്കുകൾ നീക്കേണ്ടത് റെയിൽവേ മാർഗമാണ്. ആ റെയിൽവേ കണക്ടിവിറ്റിക്ക് ആവശ്യമായ അലൈൻമെൻറ്റ് തിട്ടപ്പെടുത്തി സാമൂഹ്യ ആഘാത പഠനവും പരിസ്ഥിതി ആഘാത പഠനവും കഴിഞ്ഞ് ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ആരംഭിച്ചു. അതിൻ്റെ എല്ലാ തരത്തിലുള്ള DPRും തയ്യാറാക്കി കൊങ്കൺ റെയിൽവേ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് സമർപ്പിച്ച് അംഗീകാരം വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 9.2 കിലോമീറ്റർ തുരങ്കപാതയാണ് റെയിൽവേക്ക് ഇപ്പോൾ നിർദ്ദിഷ്ട
പാത എന്ന രൂപത്തിൽ അറിയപ്പെടുന്നത്. മിനിസ്റ്റർ, അപ്പോൾ നമുക്ക് ഒരു പ്രധാനമായ ഒരു സംശയമായി വരുന്നത് ഈ റിംഗ് റോഡിന്റെ അടക്കം കാര്യം കഴിഞ്ഞ ബജറ്റിലടക്കം വലിയ തരത്തിൽ തുക നിക്ഷേപം മാറ്റിവെച്ചതാണ്. സ്വാഭാവികമായി 2000-ഓളം കണ്ടെയ്നറുകൾ ഈ ചരക്ക് കപ്പലിൽ അടുത്ത ദിവസം വിഴിഞ്ഞത്തേക്ക് എത്തുമ്പോൾ പിന്നീട് അതിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിൽ ഒരു ധാരണ ഇതിനോടകം എത്തിയിട്ടുണ്ടോ? നിശ്ചയമായും ഇപ്പോൾ ആദ്യം എത്തുന്ന ചരക്കുകളെല്ലാം മുഴുവൻ കരമാർഗമല്ല പോകുന്നത്. ജലമാർഗം തന്നെ മറ്റ് ചെറിയ കപ്പലുകൾ വന്ന് കേരളത്തിലെയും ഇന്ത്യയിലെ വിവിധ തുറമുഖങ്ങളിലെയും വിദേശത്തേക്കും കൊണ്ടുപോകാൻ ആവശ്യമായ ക്രമീകരണം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇപ്പം കേരളത്തിൽ തന്നെ മാരിടൈം ബോർഡിന്റെ കീഴിൽ 17 തുറമുഖങ്ങളുണ്ടായിരുന്നു. അതിൽ വിഴിഞ്ഞവും കൊല്ലവും അഴീക്കലും ബേപ്പൂരുമെല്ലാം ചരക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതിനു പുറമെ മറ്റ് ഇന്ത്യയിലെ ഇതര തുറമുഖങ്ങളിലേക്കും കൊണ്ടുപോകാൻ കഴിയും. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ താൽക്കാലികമായി ഉണ്ടാക്കിയിട്ടുള്ള അപ്രോച്ച് റോഡ് മുഖാന്തരം NH-ലേക്ക് നമുക്ക് കണക്ടിവിറ്റി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഭാവിയിൽ വരുന്ന ഔട്ടർ റിംഗ് റോഡിനാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അത് സംബന്ധിച്ച ചർച്ചയും നടത്തി ഇൻ പ്രിൻസിപ്പൽ ഹൈവേ അത് അംഗീകരിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ നമുക്ക് റെയിൽവേ കണക്ടിവിറ്റിയും അതോടൊപ്പം തന്നെ NH-യുമായുള്ള കണക്ടിവിറ്റിയും ഉറപ്പാക്കാൻ ആവശ്യമായ മുൻകരുതലോടുകൂടി നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു എന്ന കാര്യവും ഇവിടെ സൂചിപ്പിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഴിഞ്ഞത്തേക്ക് എത്തുന്ന വഴികളിലൊക്കെ ഇപ്പോൾ ചില ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ. അതിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം പ്രദേശവാസികൾക്ക് തൊഴിൽ നൽകുമെന്നും പറഞ്ഞ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു, അവിടെ തങ്ങളെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു എന്ന ഫ്ലെക്സ് ബോർഡുകൾ ഇന്നലെയൊക്കെ ആ വഴിയെ പോകുമ്പോൾ കാണാൻ കഴിഞ്ഞു. അതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ഈ അദാനി ഗ്രൂപ്പുമായിട്ട് സംസാരിക്കാൻ? നിശ്ചയമായും ആ പ്രദേശവാസികൾക്ക് 50% തൊഴിലവസരം കൊടുക്കുമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ 50% തൊഴിലവസരം കൊടുക്കും. ഇപ്പോൾ 12-ാം തീയതി നടക്കാൻ പോകുന്ന ട്രയൽ റൺ മാത്രമാണ്. ആ ട്രയൽ റൺ നടക്കുമ്പോൾ ഇതിനു മുമ്പ് ജോലി പരിചയം ഇല്ലാത്ത ആളുകളെ വെച്ച് ട്രയൽ റൺ നടത്താനാവില്ല. അതുകൊണ്ട് തന്നെ വിവിധ വിദേശ പോർട്ടുകളിലെയും ഇത്തരം വലിയ കൂറ്റൻ കപ്പലുകളുടെ ചരക്കുകൾ ഇറക്കി പരിചയമെല്ലാമുള്ള തൊഴിലാളികളെയും ജീവനക്കാരെയും ഇതിന്റെ ആദ്യഘട്ടത്തിൽ ആവശ്യമാണ്. സ്വാഭാവികമായി അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഹാൻഡ്സ് ഇവിടെ വന്ന് ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ഇവിടെയുള്ള ആളുകൾക്ക് തദ്ദേശവാസികൾക്ക് പരിശീലനം കൊടുക്കാൻ ഒരു അസാപ്പ് സെന്റർ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ മാസം നടന്നു. അവിടെ പരിശീലനം ശ്രദ്ധിച്ചിറങ്ങി വരുന്ന ആളുകൾക്ക് ഇവിടെ തൊഴിൽ കൊടുക്കുമെന്ന് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. അതേസമയത്ത് ട്രയൽ റൺ എടുക്കുമ്പോൾ എക്സ്പീരിയൻസ് ഹാൻഡ്സ് നമുക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് വെളിയിൽ നിന്ന് ആളുകൾ മറ്റു തുറമുഖങ്ങളിൽ വരും എന്നുള്ളത് ശരിയാണ്. അതവർ മറ്റു രൂപത്തിൽ സംശയിക്കുന്നതാണ്. അതിൽ സംശയത്തിനൊരു അടിസ്ഥാനമില്ല. ഇവിടുത്തെ ആളുകൾക്ക് തന്നെ 50% പേർക്ക് തൊഴിൽ കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതുവഴി നടപ്പാക്കും എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. എന്തായാലും സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിടുമ്പോൾ അത് കേരളത്തിനും രാജ്യത്തിനും മുഴുവൻ അഭിമാന നിമിഷമായി മാറുകയാണ്. സ്വാഭാവികമായി വിഴിഞ്ഞത്ത് നിന്ന് അടക്കം വ്യാവസായിക വാണിജ്യ വിനോദസഞ്ചാര മേഖലയിൽ വലിയൊരു നാന്ദി കുറിക്കലാകും കേരളത്തിന് എന്ന് തന്നെയാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷകൾ എല്ലാം സഫലമാകട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഡാൻ പറയുന്നത് പോലെ കേരളത്തിന്റെ ഒരു സ്വപ്നമാണ് യാഥാർത്ഥ്യമാവുന്നത്. സംസ്ഥാന മന്ത്രി വിശദീകരിക്കുന്നത് പോലെ ഇത്തരത്തിൽ സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടുമോ എന്നതും ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മന്ത്രിയുടെ സന്ദർശനം അടക്കം ഇന്ന് പോർട്ടിൽ നടക്കുന്നുണ്ട്. അതീവ സുരക്ഷയിലാണ് വിഴിഞ്ഞം തുറമുഖവും പരിസരങ്ങളും. കാരണം അതീവ സുരക്ഷാ മേഖലയാണ്. അതിൻ്റെതായ തയ്യാറെടുപ്പുകളും ട്രയൽ റണ്ണുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിലുമാണ് അവിടെ. ഡാൻ കുര്യൻ വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും നമുക്കൊപ്പം ചേരുന്നു. ഡാൻ, സ്വാഗതം. എന്തായാലും ആ കാഴ്ചകൾ ഡാന്റെ തൊട്ട് പിന്നിലായുണ്ട്. കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മുടെ ഒരു അഭിമാന പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ്. അവശേഷിക്കുന്ന ചോദ്യങ്ങൾ നിരവധിയുണ്ട്. ഒന്ന്, ഇത് ഇനി നടക്കാൻ പോകുന്ന നടപടിക്രമങ്ങൾ ഏതൊക്കെയാണ്? ഈ സാൻ ഫെർണാണ്ടോ എപ്പോഴേക്ക് തീരത്തേക്ക് വരും? അതിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ്? അതിനുശേഷം ഈ ചരക്ക് നീക്കം, ഈ കണ്ടെയ്നർ കൈമാറ്റം, കണ്ടെയ്നർ പുറത്തേക്ക് ഇറക്കുക, ഇങ്ങനെയുള്ള കുറേ സങ്കീർണമായ നടപടിക്രമങ്ങളുണ്ടല്ലോ കേരളത്തിൽ. നമുക്ക് തിരുവനന്തപുരത്തിനൊന്നും അത്ര പരിചിതമല്ലാത്ത നടപടിക്രമങ്ങൾ. അത്തരം കാര്യങ്ങൾക്കുള്ള ക്രമീകരണം ഏതു തരത്തിലാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്? സജിത്ത്, ചൈനയിലെ സിയാൻമെൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട അമ്മക്കപ്പൽ ആയ സാൻ ഫെർണാണ്ടോ ആണ് കൊളംബോ തീരത്തേക്ക് ഇന്നലെ വൈകിട്ട് അർദ്ധരാത്രിയോടെ എത്തിയിരിക്കുന്നത്. കൊളംബോ തീരത്ത് നിന്നായിരിക്കും ഇന്ന് രാത്രി ഏതാണ്ട് 10 മണിയോടെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന് 10 നോട്ടിക്കൽ മൈൽ അകലെ, അതായത് രാജ്യാന്തര കപ്പൽശാലയിൽ ഏതാണ്ട് 10 നോട്ടിക്കൽ മൈൽ അകലേക്ക് നമുക്ക് അഭിമാനമായി ഈ ചരക്ക് കപ്പൽ ആദ്യമായി വിഴിഞ്ഞം തുറമുഖ തീരത്തേക്ക് അടുത്ത് എത്തുന്നത്. അവിടെ എത്തിയതിനു ശേഷം പിന്നെ നാളെ രാവിലെ മാത്രമേ മറ്റ് സാങ്കേതിക നടപടികൾ ആരംഭിക്കുകയുള്ളൂ. അതായത് അവിടെ നിന്ന് 4 ടഗുകളുടെ സഹായത്തോടെയായിരിക്കും ഈ കപ്പലിനെ ബർത്തിലേക്ക് അടുപ്പിക്കുന്ന നടപടിക്രമങ്ങൾക്ക് തുടക്കമാകുക.
ഡോൾഫിൻ ശ്രേണിയിൽപ്പെട്ട ഒരു 3 ടഗുകൾ, അതോടൊപ്പം മറ്റൊരു ഓഷ്യൻ പ്രസ്റ്റീജിയസ് ശ്രേണിയിൽപ്പെട്ട മറ്റൊരു ടഗ്. ഇങ്ങനെ ഈ 4 ടഗുകൾ, ഈ ടഗുകൾ കെട്ടിവലിച്ചുകൊണ്ട് ഈ കപ്പലിനെ ഈ പുറംകടലിൽ നിന്ന് തീരത്തേക്ക് അല്ലെങ്കിൽ തുറമുഖ കവാടത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലായിരിക്കും അതിന്റെ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്. തുഷാർ കനഗർ, അതായത് ഈ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് അദാനി പോർട്ടിന്റെ മറൈൻ മേധാവിയാണ് തുഷാർ കനഗർ. തുഷാർ കനഗർ ആയിരിക്കും കടലിൽ വെച്ച്, പുറം കടലിൽ വെച്ച് ഈ കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക. അദ്ദേഹം നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷം എഞ്ചിൻ ഓഫ് ചെയ്യും. എഞ്ചിൻ ഓഫ് ചെയ്തതിന് ശേഷം ഈ ടഗുകൾ മുന്നിലും പിന്നിലും 2 വശങ്ങളിലുമായി വെച്ചുകൊണ്ട് മൂവിംഗ് റോപ്പ് എന്ന വലിയ ആ കയർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഈ കപ്പലിനെ വലിച്ചുകൊണ്ട് പുലിമുട്ടിന്റെ അവസാന ഭാഗത്തേക്ക്, അതായത് പുലിമുട്ടിന്റെ അവസാന ഭാഗത്തെ ഹെഡ് ഫേസ് എന്നാണ് പറയുന്നത്, ആ ഹെഡ് ഫേസിന് അടുത്തേക്ക് എത്തിച്ച് ബ്രേക്ക് വാട്ടറിനുള്ളിലേക്ക് ഈ കപ്പലിനെ കയറ്റും. ബ്രേക്ക് വാട്ടറിനുള്ളിലേക്ക് കപ്പലിനെ കയറ്റി സാവധാനത്തിൽ 2 ടഗുകളുടെ സഹായത്തോടെ കെട്ടി വലിച്ചായിരിക്കും ഈ തുറമുഖത്തിന്റെ ബർത്തിലേക്ക് സാൻ ഫെർണാണ്ടോ എത്തുക. സാൻ ഫെർണാണ്ടോയെ ഈ ബർത്തിൽ എത്തിച്ചതിന് ശേഷമായിരിക്കും ഈ കണ്ടെയ്നറുകൾ അവിടെ നിന്ന് ഇറക്കി വെക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുക. അതിനുവേണ്ടി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള 31ഓളം പടുകൂറ്റൻ ക്രെയിനുകളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ സിനിമകളിൽ മാത്രമേ ഈ ദൃശ്യങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളായിരിക്കും. അത്രമാത്രം ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള വലിയ ഭാരം, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കിലോ ഭാരം വഹിക്കാൻ ശേഷിയുള്ള 32ഓളം വലിയ ക്രെയിനുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ക്രെയിനുകൾ ഇവിടേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി ആദ്യമായി ഇവിടേക്ക് എത്തിയ അത്തരം കപ്പലുകളുടെ ദൃശ്യങ്ങൾ വലിയ ആകാംക്ഷയോടെയായിരുന്നു മലയാളികൾ, വിഴിഞ്ഞം തീരവാസികളൊക്കെ ആകാംക്ഷയോടെയായിരുന്നു തീരത്ത് നിന്ന് കണ്ടുകൊണ്ടിരുന്നത്. അവിടേക്കാണ് ആദ്യമായി ചരക്ക് കപ്പൽ എത്താൻ പോകുന്നത്. 2000ഓളം കണ്ടെയ്നറുകളും അടങ്ങിയിട്ടുള്ള ചരക്ക് കപ്പലാണ് ഇവിടേക്ക് എത്തുന്നത്. നമുക്കറിയാം 2000ഓളം കണ്ടെയ്നറുകൾ ഒരു കപ്പലിൽ എത്തുന്നുവെന്ന് പറയുമ്പോൾ ഏതാണ്ട് 400 മീറ്റർ നീളമുള്ള കപ്പലാണ്. അതിൽ നിന്ന് ഈ 2000 കണ്ടെയ്നറുകൾ ഈ തുറമുഖത്തിന്റേക്ക് ബർത്തിലേക്ക് എടുത്ത് വെക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വിഷ്വലൈസ് ചെയ്യാൻ കഴിയും നമുക്ക് അതിന്റെ മനോഹാരിത എത്രയുമായിരിക്കുമെന്ന്. അവിടെ നിന്ന് പിന്നീട് അതിന്റെ നീക്കം, അതാണ് ഇനി ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യം. എങ്ങനെ ഈ കണ്ടെയ്നറുകൾ ഇവിടുന്ന് മൂവ് ചെയ്യിപ്പിക്കും? അതിന് അല്പസമയം മുമ്പ് മന്ത്രി നമുക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയതുപോലെ പ്രധാനമായി ജലമാർഗം തന്നെയായിരിക്കും ഈ കണ്ടെയ്നറുകൾ ഭൂരിഭാഗവും ഇവിടുന്ന് മൂവ് ചെയ്യിക്കുന്നതിനുള്ള സംവിധാനം. അത് തൂത്തുക്കുടി ഉൾപ്പെടെയുള്ള മറ്റ് മേഖലകളിലേക്ക് ജലമാർഗം തന്നെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം പ്രധാനപ്പെട്ട ഇതിന്റെ ഉദ്ഘാടന പരിപാടി, അതായത് വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിനെ ഇവിടെ വരവേൽക്കുക. അതിനുശേഷം കപ്പൽ അമേരിക്ക ലക്ഷ്യമാക്കി അന്ന് വൈകിട്ട് തന്നെ ഇവിടെ നിന്ന് യാത്ര തിരിക്കും എന്ന തരത്തിലുള്ള സൂചനകളാണ് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു PPP പ്രോജക്ട് അത് യാഥാർത്ഥ്യമാവുകയാണ്. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി തുടക്കമിട്ട, അദ്ദേഹം ഒപ്പിട്ട ഒരു കരാർ അത് പിന്നീട് LDF സർക്കാർ ഏറ്റെടുക്കുന്നു. ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലൂടെ കോവിഡ് പ്രതിസന്ധിയൊക്കെ വലിയ തരത്തിൽ ഇതിന്റെ നിർമ്മാണത്തെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഡിസംബറിൽ എത്തുമെന്ന് പറഞ്ഞ ആദ്യ ചരക്ക് കപ്പൽ മലയാളികൾക്ക് ഓണസമ്മാനമായി ഈ മാസം തന്നെ ഇവിടേക്ക് എത്തുന്ന തരത്തിൽ കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നത്. എന്തായാലും ട്രയൽ റണ്ണാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സാങ്കേതികമായി പരിജ്ഞാനമുള്ള ആളുകളെ, പരിശീലനം നേടിയ വിദഗ്ധരെ തന്നെയാണ് ഈ കണ്ടെയ്നറുകൾ ഇവിടേക്ക് ഇറക്കുന്നതിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഇവിടെ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രദേശവാസികളെ ഇപ്പോൾ ഈ ജോലികളിലൊന്നും ഉൾപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അവർക്ക് അതിനുവേണ്ടി പ്രത്യേക പരിശീലനം നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി സമീപത്ത് തന്നെ അസാപ്പിന്റെ ഒരു കേന്ദ്രം, പരിശീലന കേന്ദ്രം കഴിഞ്ഞ മാസമാണ് ഉദ്ഘാടനം ചെയ്തത്. അവിടെ ഈ പരിശീലന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് തകൃതിയായി. എന്തായാലും കേരളത്തെ സംബന്ധിച്ച്, വിഴിഞ്ഞമെന്ന കടലോര ഗ്രാമത്തെ സംബന്ധിച്ച് ഏറെ അഭിമാനിക്കാവുന്ന നിമിഷം. രാജ്യത്തെ ആദ്യ മദർ പോർട്ടായി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്ക് ആദ്യ ചരക്ക് കപ്പൽ എത്തുമ്പോൾ അത് കേരളത്തിന്റെ വാണിജ്യ, വ്യാവസായിക, വിനോദസഞ്ചാര മേഖലയിൽ തുറക്കാൻ പോകുന്ന വികസനത്തിന്റെ വാതായനങ്ങൾ ചെറുതായിരിക്കില്ല. അത് ഏത് തരത്തിലായിരിക്കും നമ്മുടെ അഭ്യസ്തവിദ്യരായ യുവതലമുറയ്ക്ക് അടക്കം ഇനി അങ്ങോട്ട് പ്രയോജനം ചെയ്യാൻ പോകുക എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്.
യെസ് ഡാൻ, നമുക്ക് പല ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഈ വരുന്ന കണ്ടെയ്നറുകളെ എങ്ങനെ കൊണ്ടുപോകുന്ന റോഡ് കണക്ടിവിറ്റി പൂർണ്ണമല്ല, റെയിൽ കണക്ടിവിറ്റി ഒട്ടുമേ ആയിട്ടില്ല, റോഡ് കണക്ടിവിറ്റി പൂർണ്ണവുമല്ല. അപ്പോൾ ചരക്ക് നീക്കം എങ്ങനെ സാധ്യമാകുമെന്ന ചോദ്യമുണ്ട്. ഇപ്പോൾ ഒരു ട്രയൽ റണ്ണാണ് നടക്കുന്നത്. ചരക്ക് നീക്കം അതിന്റെ പൂർണ്ണ തോതിലേക്ക് ഇനി എത്താൻ നാളുകളെടുക്കും എന്നൊരു ന്യായീകരണമുണ്ട്. പക്ഷേ ആ വേഗത കൈവരിക്കാൻ, ഈ കണക്ടിവിറ്റി ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിമർശനം അത് കാണാതെ പോകരുതല്ലോ. ഇപ്പോൾ ഈ ജലമാർഗം തന്നെ ഇവിടുന്ന് കണ്ടെയ്നറുകൾ മാറ്റും എന്ന് പറയുമ്പോൾ അതിലൊരു വ്യക്തത കുറവുണ്ടോ? അതിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡാൻ? അതായത് നമുക്കറിയാം, ഈ വിഴിഞ്ഞത്തേക്ക് ഈ രാജ്യാന്തര കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് അടുക്കുന്നത് അതിന്റെ സ്വാഭാവികമായ കടലാഴം തന്നെയാണ്. അതിൽ പ്രധാനമായ എടുത്തു പറയേണ്ട കാര്യം, അതായത് 20 അടി താഴ്ചയിൽ സ്വാഭാവികമായ പ്രകൃതിദത്തമായ ആഴമുണ്ട് വിഴിഞ്ഞത്ത്. അതുകൊണ്ട് വലിയ കപ്പലുകൾക്ക് പുറംകടലിൽ ഏതാണ്ട് 10 നോട്ടിക്കൽ മൈൽ അകലെ വരെ എത്താൻ കഴിയുക എന്ന് പറയുന്നത് രാജ്യത്തെ മറ്റ് ഒരു തുറമുഖങ്ങൾക്കും അവകാശപ്പെടാനാവാത്തത്ര നേട്ടം, സവിശേഷമായ ഒരു പ്രകൃതിദത്തമായ അനുഗ്രഹം തന്നെ, കനിഞ്ഞനുഗ്രഹിച്ച ഒരു വരദാനം തന്നെയാണ് വിഴിഞ്ഞത്തെ തുറമുഖവുമായി ബന്ധപ്പെട്ട ഭൂപ്രകൃതി. അത് തന്നെയായിരിക്കും ഈ കപ്പലുകളുടെ ചരക്ക് നീക്കത്തിൽ നിർണായകമാകാൻ പോകുന്നതും. ഇനി പ്രധാനമായി സജിത്ത് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് ഞാൻ വരാം. ഈ 2000 കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കി വെക്കുന്നു. അത് ഈ ട്രെയിൻ മാർഗം, റെയിൽ മാർഗം അല്ലെങ്കിൽ കരമാർഗമൊക്കെ മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള സജ്ജീകരണമല്ല ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ട റിംഗ് റോഡ്, മറ്റേ റെയിൽ കണക്ടിവിറ്റി, ഇതൊക്കെ ഇനി പൂർത്തിയാകേണ്ടതുണ്ട്. തുരങ്കപാത, അതൊക്കെ കഴിഞ്ഞ ബജറ്റിലടക്കം വലിയ തരത്തിൽ തുക, വൻ നിക്ഷേപം അതിനുവേണ്ടി നടത്തും എന്ന പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായതാണ്. പ്രധാനമായി ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവരുന്ന ഈ 2000 കണ്ടെയ്നറുകൾ മുഖ്യമായും ഇവിടെ നിന്ന് ജലമാർഗം തന്നെ ഇന്ത്യയിലെ മറ്റ് തുറമുഖങ്ങളിലേക്ക്, മുംബൈ ആയാലും തുത്തുക്കുടി ആയാലും മറ്റ് പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. കാരണം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ അല്പം കൂടി സാവകാശം വേണ്ടിവരുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് ആദ്യഘട്ടത്തിൽ ജലമാർഗം തന്നെ ഈ ചരക്ക് കപ്പലിൽ എത്തിക്കുന്ന കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് മറ്റ് തുറമുഖങ്ങളിലേക്ക്, രാജ്യത്തെ മറ്റ് തുറമുഖങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. അത് ആ വഴിയെ തന്നെ കൃത്യമായി നടക്കും എന്ന കാര്യവും ഉറപ്പാണ്. പക്ഷേ അപ്പോഴും ഇവിടെ ഗണ്യമായി, അതായത് ഈ ചെലവ് കുറച്ചുകൊണ്ട് നമുക്ക് ഏതാണ്ട് 2000 കോടി രൂപയോളം നഷ്ടം നേരത്തെ സംഭവിച്ചിരുന്നു രാജ്യത്ത് നിന്ന് ചരക്ക് നീക്കം മറ്റ് മദർ പോർട്ടുകളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ. അത്രയും തുക നമ്മുടെ രാജ്യത്തിനകത്തേക്ക് തന്നെ എത്താൻ പോകുന്നു എന്നതാണ് നമുക്ക് ഈ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിലൂടെ ലഭ്യമാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. അത് ഏത് തരത്തിലായിരിക്കും നമുക്ക് രാജ്യത്തിന്റെ തന്നെ സാമ്പത്തിക രംഗത്തെ ഊറ്റം കൊള്ളിക്കുന്ന തരത്തിൽ അതിന് വഴിവെക്കാൻ പോകുന്നത് എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ചരക്ക് നീക്കം പൂർണ്ണ തോതിലേക്ക് എത്തണമെങ്കിൽ ഇനിയും സമയം ഒരുപാട് വേണ്ടിവരും. ഇവിടുത്തെ മറ്റ് അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാകേണ്ടതുണ്ട്. അതൊക്കെ വൈകാതെ തന്നെ പൂർത്തിയാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സർക്കാരുള്ളത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ കേന്ദ്ര സർക്കാരുമായി ഇടപെട്ട് നടക്കുന്നുണ്ട്. എന്തായാലും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാൾ അദ്ദേഹം അടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട് അടുത്ത ദിവസം. അതുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വരും ദിവസങ്ങളും ഇവിടെ നടക്കും. എന്തായാലും നമുക്കൊരു കാര്യത്തിൽ അഭിമാനിക്കാം. വിഴിഞ്ഞത്ത് 1988 ആശയമായി രൂപം കൊണ്ട വിഴിഞ്ഞം തുറമുഖം എന്ന ഒരു സ്വപ്നം, അത് 36 വർഷങ്ങൾക്ക് ശേഷം യാഥാർത്ഥ്യമാകാൻ പോകുമ്പോൾ എനിക്ക് പിന്നിൽ ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുടെ ദുരിതങ്ങളുടെ, കഷ്ടപ്പാടുകളുടെയൊക്കെ കഥകളുണ്ട്. ആ കഥയാണ് ഈ ഉയർന്നു പൊങ്ങി നിൽക്കുന്ന 32 ക്രെയിനുകൾക്കും നമ്മളോട് പറയാനുള്ളത്. യെസ്, ഡാൻ സൂചിപ്പിക്കുന്നതാണ് സാഹചര്യം. എന്തായാലും വിഴിഞ്ഞം ഒരു മത്സ്യത്തൊഴിലാളി ഗ്രാമമായിരുന്നു. ആ ഗ്രാമത്തിൽ നിന്നും കുടിയൊഴിക്കപ്പെട്ട നിരവധി പേരുണ്ട്. അവരുടെ ആ ത്യാഗത്തിന്റെ കൂടി ഫലമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട വിഴിഞ്ഞം എന്ന സ്വപ്ന പദ്ധതി. സ്വാഭാവികമായും അവിടെ നിന്ന് മാറിപ്പോവേണ്ടി വന്ന മത്സ്യത്തൊഴിലാളികൾക്ക്, അവർക്ക് നഷ്ടപ്പെട്ട ആ ജീവിതം അത് പുനഃസ്ഥാപിക്കാനായ സഹായങ്ങൾ, വാഗ്ദാനം ചെയ്യപ്പെട്ട സഹായങ്ങൾ അതുമുണ്ടാവണം. അപ്പോൾ മാത്രമേ ഈ പദ്ധതി എല്ലാ അർത്ഥത്തിലും പൂർണ്ണമാകൂ എന്ന കാര്യം കൂടി അധികൃതരെയും നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് വിഴിഞ്ഞം